ഹലോ, വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. ലൈവ് കണ്ടവർക്ക് കുറച്ചുകൂടി അധികം എക്സൈറ്റഡ് ആവും, കാരണം ഒരുപാട് കാര്യങ്ങൾ ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ ജിൻഡോ ഫൈറ്റ്, അതോടൊപ്പം പവർ ടീം പവർ റൂം നിലനിർത്തി, നോറയുടെയും ഗബ്രിയുടെയും വള്ളി പിടിക്കൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് കഴിഞ്ഞു പോയത്. ശരിക്കും വൈൽഡ് കാർഡ്സ് കയറിയതിന് ശേഷം ബിഗ് ബോസ് വീടിന് ഒരു ഉണർവ് വന്നിട്ടുണ്ട്. എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോൾ കിരീടം വെക്കാത്ത രാജാവായിട്ട് സിബിൻ വാഴുകയാണ്. രണ്ട് ടീമായിട്ട് ബിഗ് ബോസ് മാറിയിരിക്കുകയാണ്. ജാസ്മിൻ ആൻഡ് ഗബ്രി അടങ്ങുന്ന ഒരു ടീം, ബാക്കിയുള്ള ആൾക്കാർ വരുന്ന അടുത്ത ടീം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നോറ ജാസ്മിന് വേണ്ടിയും ജാസ്മിൻ നോറയ്ക്ക് വേണ്ടിയും സംസാരിച്ച് തുടങ്ങി എന്നുള്ളതാണ്. എന്നിട്ട് നോറ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് അവളോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, പക്ഷേ തെറ്റ് കണ്ടാൽ ഞാൻ തെറ്റ് ചൂണ്ടിക്കാണിക്കും എന്ന് നോറ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുമുണ്ട്. എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് വരാം. ഇന്നത്തെ എപ്പിസോഡ് പറയുമ്പോൾ മോർണിംഗ് സോങ്ങോട് കൂടി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് വന്നു, ഡാൻസ് കളിച്ച് ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് പറഞ്ഞു. അടുത്ത സീൻ എന്ന് പറയുന്നത് ടിഷ്യൂ ഇഷ്യൂ ആണ്. ഇനി ഇവിടെ ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ ഹൈജീൻ ഇല്ലായ്മ. അത് ആരുടെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ പ്രത്യേകിച്ച്. യെസ്, ജാസ്മിൻ്റെ ഹൈജീൻ ഇല്ലായ്മ അത് ബിഗ് ബോസ് വീട്ടിലെ വലിയൊരു കീറാമുട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരു തെറ്റ് സംഭവിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? ആ വീട്ടിലെ പലർക്കും ആ ഒരു അക്സെപ്റ്റൻസ് ഇല്ലെന്നുള്ളതാണ്. അതിപ്പോൾ ജാസ്മിൻ ആയിക്കോട്ടെ, ഗബ്രിക്ക് ആയിക്കോട്ടെ, ഗബ്രിക്ക് തീരെയില്ല. തൻ്റെ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഇന്നും അതുതന്നെയാണ് സംഭവിച്ചത്. ജാസ്മിൻ കിടക്കുന്ന ബെഡിൽ 1-2 ടിഷ്യൂ പേപ്പേഴ്സും കണ്ടു. ഇത് കണ്ടത് ശ്രീതുവാണ്. ശ്രീതു ഇത് ആരോട് പറയണമെന്ന് അറിയാണ്ട് നിന്നപ്പോഴാണ് ജിൻഡോ റൂമിലേക്ക് കയറി വരുന്നത്. ജിൻഡോയുടെ ഈ കാര്യം പറഞ്ഞു. ജിൻഡോയ്ക്ക് പിന്നെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ജിൻഡോ നേരെ ജാസ്മിൻ അടുത്ത് വന്നു. ജാസ്മിൻ ബെഡിൽ ടിഷ്യൂ കിടപ്പുണ്ട്, ഒന്ന് എടുത്ത് മാറ്റണം. അത് കാക്ക, ഞാൻ അങ്ങനെ ടിഷ്യൂ ഒന്നും വലിച്ചിടാറില്ല. അല്ലെങ്കിൽ ഒരു വാക്ക് പറയാം, കാക്ക ഞാൻ എടുത്ത് മാറ്റാം. അവിടെ തീരേണ്ട വിഷയമാണ്. പക്ഷേ ജാസ്മിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ എടുത്തിടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് റൈസായി. അപ്പോൾ പിന്നെ ജിൻഡോ കിട്ടുന്ന അവസരം പാഴാക്കില്ല. അതുകൊണ്ട് തന്നെ ജിൻഡോ തിരിച്ച് റിയാക്ട് ചെയ്ത് തുടങ്ങി. അത് വലിയൊരു വഴക്കിലേക്ക് മാറി. ജാസ്മിൻ ഒരു കാരണവശാലും ടിഷ്യൂ ആ സമയത്ത് എടുത്ത് മാറ്റില്ല എന്നുള്ള ഒരു നിലപാടിലായി നിന്നത്. അതിന് ജാസ്മിൻ പറഞ്ഞ കാരണം എന്ന് പറയുന്നത്, ഞാൻ മേക്കപ്പ് ഇടാൻ വേണ്ടി നിന്നപ്പോഴാണ് മോർണിംഗ് ടാസ്കിന് വിളിച്ചത്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ചാടി ഇറങ്ങി വന്നു, അതുകൊണ്ട് ആ ടിഷ്യൂ എടുക്കാൻ പറ്റാത്തതാണ്, ഞാനത് ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ജാസ്മിൻ പോയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ വാരിയിട്ടുന്നു. അത് കഴിഞ്ഞ് അത് ടിഷ്യൂ വെച്ച് തുടയ്ക്കുന്നു. ലൈവിനകത്ത് ജാസ്മിൻ വലിച്ചെറിയുന്ന ടിഷ്യൂവിൻ്റെ എണ്ണം വരെ കാണിക്കുന്നുണ്ട്. ഏകദേശം 3-4 ടിഷ്യൂസ് ഇങ്ങനെ വലിച്ചിട്ടേക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ലൈവിൽ. പക്ഷേ എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല. അതിനുശേഷം പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്ന ജിൻഡയോട് പുറത്തുനിന്ന് അറിയാം, ആരുടെ ചെരുപ്പാണ്, എനിക്കൊന്ന് സിബിനാന്ന് തോന്നുന്നു, ആരുടെ ചെരുപ്പാന്ന് ചോദിച്ചു. അപ്പം ജിൻഡോ പറയുന്നത് അത് ജാസ്മിൻ്റെ ആയിരിക്കും. അപ്പോൾ സിബിൻ പറഞ്ഞു, ഇല്ല ജാസ്മിൻ ചെരുപ്പിടാറില്ല. അവൾ ചെരുപ്പിടാറില്ലേ? അപ്പോൾ ചെരുപ്പിടാതെയാണോ ബാത്റൂമിൽ പോകുന്നത് എന്നും പറഞ്ഞു ജിൻഡോ പിന്നെ അങ്ങോട്ട് വാരി അലക്കാൻ തുടങ്ങി. അലക്കലെന്ന് പറഞ്ഞ ഇജാതി അലക്കൽ. ജാസ്മിൻ ആ ചെരുപ്പില്ലാത്ത കാലുമായിട്ട് നേരെ സോഫയിൽ വന്നിരുന്ന് അപ്പോൾ ജിൻഡോ പറഞ്ഞു, നീ കാല് താഴ്ത്തിടാൻ പറഞ്ഞു. താഴ്ത്തിടത്തില്ല. അതാ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വലിയ വലിയ വഴക്കിലേക്ക് ഇവർ പോകുന്നത്. ശരിക്കും എല്ലാവർക്കും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് അവിടെ നിൽക്കുന്നത്. ഈ സീസണിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആർക്കും പരസ്പരം യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. കഴിഞ്ഞ സീസൺ വരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് അഖിൽമാരാറൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൗസ് വാമിങ്ങിന് എല്ലാ കണ്ടസ്റ്റൻസിനെയും വിളിച്ച് ട്രീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ ഇപ്പോഴും ആ ഒരു ആത്മബന്ധമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സീസണിൽ എനിക്ക് തോന്നുന്നില്ല ഇവരൊക്കെ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ വഴി പൊടി തട്ടി പോകും. വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും ഒരു പക്ഷേ കോൺടാക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു വഴക്കായിരുന്നു ഇന്ന് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത്. ചെറിയ വഴക്കൊന്നുമല്ല. അതിനകത്ത് ഗബ്രി ഏറ്റുപിടിക്കുന്നു. വഴിയേ പോകുന്ന വയ്യാവേലി മറ്റേ കോണി പിടിച്ച് പിടിക്കുന്ന പോലെയാണ് ഗബ്രി നിൽക്കുന്നത്. പിന്നെ നോറ വന്ന് ജാസ്മിന് വേണ്ടി സംസാരിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നിട്ടാണ് നോറ, അവൾക്ക് പീരീഡ്സ് ആണെന്ന് അറിയത്തില്ലേ, അപ്പോൾ പുള്ളി മനഃപൂർവ്വം പോയിട്ട് അവളെ പ്രൊവോക്ക് ചെയ്ത് അവിടെ കൊണ്ട് ഇരുത്തി വീണ്ടും പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പീരീഡ്സ് ഒരു മോശം വാക്കാണെന്നല്ല പറയുന്നത്, പക്ഷേ ആ സമയത്ത് അത് സംസാരിച്ചത് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നോറയുടെ സ്ഥിരം ഡ്രാമ, കരച്ചിൽ, നേരെ ബാത്റൂമിൻ്റെ സൈഡിൽ പോകുന്ന അവിടുത്തെ ക്യാമറയിൽ എന്നും പോയി സംസാരിക്കുന്ന പോലെ അവിടെ ക്യാമറ നോക്കിയിട്ട് ഓരോ ഡയലോഗ് അടിക്കുന്നു. ഒരു ക്രൈയിങ് ഡ്രാമ. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നോറ വിളിച്ചു പറയുന്നുണ്ട്, പേടിയില്ലാതെ പറയുന്നുണ്ട്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ നോറയുടെ കരച്ചിൽ ഡ്രാമ ഭയങ്കര ബോറാണ്, പറയാതിരിക്കാൻ വയ്യ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മാറിയിരുന്ന് ഏതെങ്കിലും മൂലയിൽ പോയിരുന്ന് കരയും. ഉടനെ അവിടെ ഈ പറയുന്ന ബാത്റൂമിൻ്റെ സൈഡിൽ പോയപ്പോൾ അർജുൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്, അർജുനെ നീ എന്നോടൊന്ന് സംസാരിക്കുന്നത് എന്താണ്? ജിൻഡോയുടെ കുറ്റമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു നേച്ചറാണ് നോറയുടേത്. നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഇപ്പം നോറ ജാസ്മിന് വേണ്ടിയും ജാസ്മിൻ നോറയ്ക്ക് വേണ്ടിയും സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നാൾ കീരിയും പാമ്പൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ തമ്മിൽ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, പക്ഷേ സംസാരിക്കുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ജാസ്മിൻ ഒരു ഡയലോഗ് പറഞ്ഞു. എന്നോട് പറയേണ്ട രീതിക്ക് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. അത് ഏത് രീതിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ജാസ്മിനെ ഒന്ന് അതങ്ങ് ചെയ്യാമോ എന്ന് കാല് പിടിക്കും പോലെ പറഞ്ഞാൽ തമ്പുരാട്ടി ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. നിങ്ങളിപ്പോൾ ചോദിക്കുമായിരിക്കും എനിക്കെന്താ ജാസ്മിനോടും അല്ലെങ്കിൽ ഗബ്രിയോടും ഇത്രയും ദേഷ്യമെന്ന്. ശരിക്കും അവരുടെ പ്രവർത്തികൾ തന്നെയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മുൻപ് വരെ പവർ ടീമിലായിരുന്ന സമയത്ത് രണ്ടുപേരും കാട്ടിക്കൂട്ടിയ കുറേ കോപ്രായങ്ങളുണ്ട്. ജാസ്മിൻ ക്യാപ്റ്റനായ സമയത്ത് ജാസ്മിൻ ഒരു പക്ഷേ കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു. ഞാൻ ഒരിക്കലും അതിനെ ഞാൻ മാറ്റി നിർത്തുന്നില്ല. അത് ആഡ് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നു. പക്ഷേ പവർ ടീമിലായിരുന്ന സമയത്ത് ഗബ്രിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ജാസ്മിൻ കുറേ ഈവൻ ജിൻഡോനെ പോലും കുറേ ഇൻസൾട്ട് ചെയ്യും ഒക്കെ ചെയ്തു. ജാസ്മിനേക്കാൾ കൂടുതൽ ചെയ്തത് ഗബ്രിയാണ്. ഗബ്രി പക്ഷേ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഈ പറയുന്ന ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജിൻഡോനെയും ഗബ്രീനെയും പുറത്താക്കിയിട്ട് തിരിച്ചകത്തേക്ക് കയറ്റിയപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോശം വാക്കുകൾ ഇനി ആരെയും ഉപയോഗിക്കരുത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവരെ ഡെൻ റൂമിലിട്ട് പൂട്ടിയ സമയത്തും ഇന്നും ഗബ്രിയുടെ നാവിൽ നിന്ന് വളരെ മോശമായ വാക്കുകൾ തന്നെയാണ് വന്നത്. അന്ന് സിബിനെ ഉളുപ്പില്ലാത്തവൻ എന്നൊക്കെ വിളിച്ചു. ജിൻഡയോട് പോയി പവർ ടീമിൻ്റെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കണമെന്ന് പറയുന്നു. ഇന്ന് ജിൻഡോയുടെ മുഖത്ത് നോക്കി മണ്ട മണ്ട മണ്ടൻ ജിൻഡോ, അവൻ്റെ സ്ഥിരം ഗബ്രിയുടെ സ്ഥിരം ഡയലോഗ് മണ്ട മണ്ട മണ്ടൻ ജിൻഡോ, ഇമ്മാതിരി ഡയലോഗുകൾ. എന്നിട്ട് ഇടിച്ചും കയറി പോകുന്നത് എന്താ വെച്ചാൽ കൈവയ്ക്കുകയാണെങ്കിൽ കൈവച്ച് കഴിഞ്ഞാൽ ജിൻഡോ പുറത്ത് പോകുമല്ലോ, അതിനു വേണ്ടി. അപ്പോൾ ഇത്തരത്തിലാണ് അവർ കളിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സോ എന്നിട്ട് പറയുന്നു ഞങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ ഇവരുടെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സമയം കിട്ടുമ്പോഴേക്ക് മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പോയിട്ട് ഇവർ നിരപരാധികളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംസാരിക്കും. സിബിൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. സിബിൻ എല്ലാ ആൾക്കാരെയും വെച്ച് കളിപ്പിക്കുന്നു. മേ ബി അത് ശരിയായിരിക്കും. കാരണം ഇത്രയും നാൾ ഈ പറയുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ ഒരാളില്ലായിരുന്നു. അതായത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വാഴ്ച കാലമായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ. അപ്പോൾ വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ ബാക്കി കണ്ടസ്റ്റൻസിന് ഒരു പിടിവള്ളിയായി. അവരുടെ കൂടെ നിൽക്കാൻ ശക്തനായ ആൾക്കാർ വന്നു. അങ്ങനെ വന്നപ്പോൾ അവർ റിയാക്ട് ചെയ്ത് തുടങ്ങി. അത്രേ ഉള്ളൂ. അതിനകത്ത് ഒറ്റപ്പെടുത്തിയതാണെന്നോ സങ്കടപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. കാരണം വന്ന കാലം മുതൽ കഴിഞ്ഞ 1.5 മാസം കൊണ്ട് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് മാറിയിരിക്കുന്നത്. ഈ സമൂഹഗാനം ഒറ്റയ്ക്ക് പാടുന്നു പറഞ്ഞ പോലെയാണ്. രണ്ടുപേരും ഒറ്റയ്ക്കാണ് മാറിയിരിക്കുന്നത്. രണ്ട് ശരീരം ഒരു മനസ്സുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ആൾക്കാർ ഒറ്റപ്പെടുത്തി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. അത് കഴിഞ്ഞിട്ട് നോറ പോയിട്ട് ഈ കാര്യത്തിലും സംസാരമൊക്കെ ആയ സമയത്ത് ഗബ്രി വന്ന് നോറയ്ക്ക് ഉപദേശം എന്ന് പറഞ്ഞാൽ ഗംഭീര ഉപദേശമാണ്. ഒന്നും റിയാക്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മുന്നിൽ പോയിട്ട് ഞാൻ അങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരും മെക്കിട്ട് കയറാൻ വരില്ല. നീ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് അവർക്ക് തോന്നുമ്പോഴാണ് അവർ നിൻ്റെ മെക്കിട്ട് കയറാൻ വരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ കാണിക്കാതിരിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു ഉപദേശമൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ കുഞ്ഞുറക്കം ഉറങ്ങി കണ്ണങ്ങനെ അടഞ്ഞു വന്നപ്പോൾ തന്നെ പട്ടി കുറച്ചു. ഓഫ് കോഴ്സ് പണിഷ്മെൻറ്റിന് അർഹയാണ്. പവർ ടീം പണിഷ്മെൻറ്റ് കൊടുത്തു. ആ പണിഷ്മെൻറ്റ് വൈകുന്നേരമാണ് ചെയ്തത്. ആദ്യം കൊടുത്ത പണിഷ്മെൻറ്റ് ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം മൂവിയിൽ ബിന്ദു പണിക്കരുടെ ക്യാരക്ടർ ഇന്നലെ നമ്മുടെ നോറ അഭിനയിച്ച പോലെ, കിലുക്കത്തിലെ രേവതി അഭിനയിച്ച പോലെ ഇവിടെ ബിന്ദു പണിക്കരുടെ ക്യാരക്ടർ ആക്ട് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞത്. അത് തമ്പുരാട്ടിക്ക് ചെയ്യാൻ പറ്റില്ല, അതെനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മാറ്റി കൊടുത്തു. ടണൽ ടീമിലെ കംപ്ലീറ്റ് വാളിലുള്ള ഗ്ലാസ് ഓരോ പീസായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഗ്ലാസ് എണ്ണി തീർക്കാൻ പറഞ്ഞു. ശരിക്കും 1112 ഗ്ലാസ്സോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ ജാസ്മിൻ എണ്ണി വന്നപ്പോൾ അത് 700 സംതിങ് കിട്ടിയുള്ളൂ. എന്നാലും പവർ ടീം അതങ്ങ് വിട്ടു. ആ ഒരു കാര്യം ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് പവർ ടീം ആ പണിഷ്മെൻ്റ് അങ്ങ് അവസാനിപ്പിച്ചു. പിന്നെ പവർ ടീമിലേക്കുള്ള അടുത്ത ആഴ്ചത്തെ ആൾക്കാരെ കയറ്റുന്ന ചലഞ്ചായിരുന്നു മൂന്നാമത്തെ ചലഞ്ച്. 2 ചലഞ്ച് ഇന്നലെ മെനിഞ്ഞാന്നോട്ട് കഴിഞ്ഞു. മൂന്നാമത്തെ ചലഞ്ച്. അപ്പോൾ മൂന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഓൾറെഡി 3 ടീമും ഈക്വൽ പൊസിഷനിലാണ് നിൽക്കുന്നത്. 2 പോയിന്റ് നേടിയിട്ട് 3 പേരും ഈക്വലായിട്ട് നിൽക്കുകയാണ്. പവർ ടീമിനൊപ്പം മത്സരിക്കേണ്ടത് ആരാണെന്ന് പവർ ടീമിന് ചൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഡിസ്കഷൻ തുടങ്ങി. ജാൻമണി, ശരണ്യ, പൂജ, ഋഷി, സിബിൻ ഇത്രയും പേരും ഡിസ്കഷൻ തുടങ്ങി. എല്ലാവരും നെക്സ്റ്റ് ടീമിനെയാണ് സജസ്റ്റ് ചെയ്തത്. അതിന് പറയുന്ന കാരണം എന്ന് പറയുന്നത് ഡെൻ എന്ന് പറയുന്നത് അപ്സര, അതുപോലെ അർജുൻ, റസ്മിൻ, ഗബ്രി ഇത്രയും പേരാണ് ഡെൻ ടീമിൽ വരുന്നത്. ടീമിലുള്ള എല്ലാവരും ടീമിലും പവർ റൂമിലൊക്കെ വന്ന ആൾക്കാരാണ്. അത് മാത്രമല്ല ഗബ്രി കഴിഞ്ഞ ആഴ്ച ഭയങ്കര മോശമായിട്ട് വീട്ടിൽ പെരുമാറിയത് കൊണ്ട് ഗബ്രി അടുത്ത ആഴ്ച പവർ ടീമിൽ വന്നാൽ നോമിനേഷനിൽ വരില്ല. ഗബ്രി ഉറപ്പായിട്ട് നോമിനേഷനിൽ വന്നിട്ട് ഒരു എവിക്ഷൻ ഫേസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സിബിൻ സംസാരിച്ചു. അതിനെതിരെ ഗബ്രി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് റൂളിന് അഗെയിൻസ്റ്റ് ആണ്. അങ്ങനെ ഒരു നോമിനേഷന് വേണ്ടിയുള്ള ഒരു ഇൻഡയറക്റ്റ് അപ്രോച്ച് നടത്തുക എന്ന് പറയുന്നത് ബിഗ് ബോസ് റൂളിന് അഗെയിൻസ്റ്റ് ആണെന്നൊക്കെ ഗബ്രി വാദിച്ചു നോക്കി. പക്ഷേ അവിടെ പൂജ നല്ല ഒന്നാമതൊരു ഡയലോഗ് അടിച്ചു. ഗബ്രി, ബിഗ് ബോസ് ഇത് കേൾക്കുന്നുണ്ടല്ലോ, ഇത് അഭിപ്രായമാണ് പറഞ്ഞത്, ബിഗ് ബോസ് കേൾക്കുന്നുണ്ട്, വേണ്ട ശിക്ഷ തരണമെന്നെങ്കിൽ ബിഗ് ബോസ് തന്നോളും എന്ന് പറഞ്ഞ് അവിടെ വാടച്ചിരുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടണൽ ടീമിന് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി അതിലുള്ള 3 പേര്, ശ്രീരേഖ, അതുപോലെ അൻസിബ, ശ്രീതു 3 പേരും എവിക്ഷൻ ലിസ്റ്റിലുണ്ട് ഈ ആഴ്ചത്തെ. അപ്പോൾ ഇതിൽ ആരെങ്കിലും 1-2 പേര് എവിക്റ്റായി പോയി കഴിഞ്ഞാൽ ആ ടീം വീക്കാവും. ഓഫ് കോഴ്സ് പുറത്തുനിന്ന് ആളെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അവരെയും ചൂസ് ചെയ്യാത്തത്. മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് നെസ്റ്റ് ആയിരുന്നു. അപ്പോൾ നെസ്റ്റിനെ ചൂസ് ചെയ്യാനുള്ള കാരണം
അവർ കഴിഞ്ഞ ചലഞ്ചുകൾ വളരെ മനോഹരമായിട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ അതിൽ പലർക്കും ഇങ്ങോട്ട് വരണം, പവർ ടീമിലേക്ക് വരണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. പലർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് നെസ്റ്റുമായിട്ട് മത്സരിച്ചത്. അത് ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് ബ്രെഡ് കടി മത്സരം. നമ്മൾ ഈ കുട്ടിക്കാലത്ത് നഴ്സറിയിലോ അല്ലെങ്കിൽ ഓണാഘോഷ പരിപാടികളിലൊക്കെ വരുമ്പോൾ ഒരു റിബണിൽ ബ്രെഡ് തൂക്കിയിട്ടിട്ട് അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ തൂക്കിയിട്ടിട്ട് കടിക്കുന്നൊരു പരിപാടിയുണ്ട്. അതിൻ്റെ വേറൊരു വേർഷനാണ്. കാലിലൊരു ലോക്ക് ഉണ്ടാവും, ആ ലോക്ക് വെച്ച് കൺട്രോൾ ചെയ്തിട്ട് ഒരു ചരടുണ്ടാവും, ചരടിൻ്റെ അപ്പുറത്തെ വശത്ത് ബ്രെഡ് തൂക്കിയിട്ടുണ്ടാവും. ഈ ചരടിനെ കാല് വെച്ച് വേണം കൺട്രോൾ ചെയ്യാൻ, എന്നിട്ട് ആ ബ്രെഡ് കടിക്കണം. അതിനകത്ത് സായിയും ഋഷിയുമായിരുന്നു മത്സരിക്കാൻ വന്നത്. അതിനകത്ത് സായി വിജയിച്ചു. നല്ല ഒന്നാം തരമായിട്ട് സായി അത് ബ്രെഡ് മുഴുവൻ കഴിച്ചു തീർത്തു. അപ്പോൾ സായി ആ മത്സരത്തിൽ ജയിച്ചു. അങ്ങനെ നെക്സ്റ്റ് ടീം ആ ഒരു ചലഞ്ച് ജയിച്ചു കയറി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സ് കൂടി മത്സരമായിരുന്നു. അതായത് ഒരു സാധനം വെച്ച് ബാക്കിൽ കെട്ടിയിട്ട് ബാക്കിൽ കൂടെ ഒരു പീസ് കമ്പി വരും, അതിലേക്ക് ഒരു ഹോൾഡർ ഉണ്ടാവും. ആ ഹോൾഡറിനകത്ത് ഡ്രിങ്ക്സിൻ്റെ ഗ്ലാസ് വയ്ക്കും. ഈ കയ്യിൽ 2 ഹാൻഡിലും ഉണ്ടാവും. ഈ ഹാൻഡിൽ വെച്ച് കൺട്രോൾ ചെയ്ത് ഈ ആടിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ്സിൽ നിന്ന് ജ്യൂസ് കുടിക്കുക. നോറയും സിബിനുമായിരുന്നു അത് മത്സരിക്കാൻ വന്നത്. ആ മത്സരത്തിൽ നോറ എന്താ കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് എങ്കിലും കുടിച്ചിരുന്നെങ്കിൽ ആ കുട്ടി മത്സരിച്ചു എന്ന് പറയാമായിരുന്നു. ശരിക്കും അതങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആയി പോവുകയാണ്. അതായത് അതിന് പറ്റില്ല എന്ന് അത് ആദ്യം അങ്ങ് തീരുമാനിച്ചു. പക്ഷേ സിബിൻ അവിടെ 7 ഗ്ലാസ് എന്തോ ഡ്രിങ്ക്സ് കുടിച്ച് തീർത്തു. അങ്ങനെ രണ്ടാമത്തെ ചലഞ്ചിൽ പവർ ടീം വിജയിച്ചു. അപ്പോൾ ഈക്വലായി. മൂന്നാമത്തെ ചലഞ്ചാണ് ഗംഭീര ചലഞ്ച്, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. സെൻട്രൽ ലൈനിൽ നിന്ന് ബോൾ ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുക, അപ്പുറത്തേക്കുന്ന ആൾക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മത്സരമായിരുന്നു. അതിനകത്ത് സായിയും ഋഷിയുമാണ് ആദ്യത്തെ മത്സരത്തിലും അവർ തന്നെയായിരുന്നു. ഇവിടെയും സായിയും ഋഷിയുമാണ് മത്സരിക്കാൻ വന്നത്. അതിനകത്ത് ഋഷിയുടെ കാലിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഒരു രക്ഷയില്ലായിരുന്നു. സായി നന്നായിട്ട് പെർഫോം ചെയ്തില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഋഷിയുടെ ആ ഒരു കാലിൻ്റെ മൊമെൻറ്റ് പിടിക്കാൻ സായിയുടെ കണ്ണുകൾക്ക് പറ്റില്ലെന്നുള്ളതാണ്. അത്രയും ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരുന്നു ഋഷി ചെയ്തത്. കാരണം ഋഷി ഒരു ഡാൻസറും കൂടിയാണ്. അപ്പോൾ ഋഷിയുടെ ഡാൻസ് സ്റ്റെപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം ഫാസ്റ്റായിട്ടാണ് കാല് പോകുന്നതെന്ന്. അത് ഋഷിക്ക് ഇവിടെ ഉപകാരപ്പെട്ടു. വളരെ ഗംഭീരമായിട്ട് ഋഷി 11 ഗോൾ അടിച്ചു. സായിക്ക് അവിടെ 5 ഗോളോ 4 ഗോളോ എന്തോ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വീണ്ടും പവർ റൂം നിലനിർത്തി. ഗംഭീര ടാസ്കുകളായിരുന്നു. ശരിക്കും അവർ മത്സരിച്ച് തന്നെയാണ് ജയിച്ചു വന്നത്, അതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ജാൻമണിയുടെ ഫേസ് അങ്ങ് മാറി. കാരണം ആദ്യം ജാൻമണിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല നെക്സ്റ്റ് ടീമിനെ കയറ്റാനായിട്ട്. കാരണം ഇവർ ഈ മത്സരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പവർ ടീം കയറുന്ന സമയത്ത് ഇപ്പോഴത്തെ നെക്സ്റ്റ് ടീം പവർ ടീമിനെ സപ്പോർട്ട് ചെയ്ത് ഇവരെ ഈ പറയുന്ന അന്നത്തെ ടണൽ ടീമിനെ നെക്സ്റ്റ് ടീം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ജാൻമണിക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. ഇവർ ജാൻമണിയുടെ വാക്ക് കേൾക്കാതെ ബാക്കി 4 പേരും കൂടി നെക്സ്റ്റ് ടീമിനെ ഇവരുടെ കൂടെ മത്സരിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ജാൻമണിക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ മത്സരം കഴിഞ്ഞപ്പോഴേക്കും ആ വിഷമം കുറച്ച് മാറി. മൂന്നാമത്തെ മത്സരം കഴിഞ്ഞ് ഇവർ ഒരു തൊട്ടുകളി പോലെ ഒരു സാധനം. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ന് വളരെ രസകരമായൊരു എപ്പിസോഡായിരുന്നു. നമുക്ക് കണ്ടിരിക്കാൻ ഒരു എനർജി ഉണ്ടായിരുന്നു. കാരണം ഈ മത്സരങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലാവാത്ത ബിഗ് ബോസ് ഇപ്പോൾ ഈ ടാസ്കുകളുടെ അളവ് കുറയ്ക്കുന്നുണ്ട്, എണ്ണം കുറയ്ക്കുന്നുണ്ട്. മറുവശം ചിന്തിച്ചാൽ ഇവരുടെ അടി കഴിഞ്ഞിട്ട് വേണ്ടി ടാസ്ക് കൊടുക്കാൻ എന്ന് വേണമെങ്കിൽ ബിഗ് ബോസ് ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ടാസ്കുകളുടെ എണ്ണം കൂടുമ്പോൾ ഇവർക്ക് അടി ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. അല്ലെങ്കിൽ മത്സരങ്ങളുടെ എണ്ണം ഫണ്ണായിട്ടായിക്കോട്ടെ മത്സരങ്ങളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് തല്ലുണ്ടാക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നവർക്കും ഒരു രസം ഉണ്ടാവും കണ്ടിരിക്കാനായിട്ട്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി സംഭവിച്ചു, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഒരു മോണോ ആക്ട് ഉണ്ടായിരുന്നു, ശ്രീരേഖയും സിബിനും കൂടി. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു ആ ഒരു രംഗം. റിയലി അമേസിങ്. ശ്രീരേഖ പിന്നെ ഓൾറെഡി പണ്ടേ മുതലേ ടിക്ടോക്കിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ആക്ടിങ് സ്കില്ല് ഒരു രക്ഷയില്ല. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ലേഡിയാണല്ലോ. അപ്പോൾ ടിക്ടോക്കിലാണ് ഞാൻ ആദ്യമായിട്ട് അവരുടെ വീഡിയോസ് കാണുന്നത്. ഇന്നത് വീണ്ടും കാണാൻ പറ്റി. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. സിബിനും അതിന് ഒത്തൊരുമിച്ച് നിന്നു. ശരിക്കും അവർ പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. സിബിൻ ഓക്കെ പറഞ്ഞു. സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഡയലോഗ് വന്നത്. ഗംഭീരമായിട്ട് അവർ പെർഫോം ചെയ്തു. അടിപൊളി ഒരു മോണോ ആക്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. മോണോ ആക്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്കിറ്റ്, കുഞ്ഞൊരു സ്കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടി നമുക്ക് ഇന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഓൾ ഓവർ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാ എലമെൻസും ചേർന്നൊരു എപ്പിസോഡ്. അടിക്ക് അടി ഉണ്ടായിരുന്നു, ടാസ്കിന് ടാസ്ക് ഉണ്ടായിരുന്നു, ചലഞ്ചിന് ചലഞ്ച് ഉണ്ടായിരുന്നു. എല്ലാം ചേർന്നൊരു എപ്പിസോഡ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഗംഭീരമായിരുന്നു. ഇതിനിടയ്ക്ക് ചില കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ജാസ്മിൻ്റെ വകയായിട്ട് ജാസ്മിൻ നേരെ അഭിഷേകിൻ്റെ അടുത്ത് പോയിട്ട് സിബിനെക്കുറിച്ച്, സിബിൻ അങ്ങനെയാണ്, സിബിൻ ഇങ്ങനെയാണ്, അഭിഷേകൻ നിനക്കൊരു വാക്ക് ചോദിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് അഭിഷേകിനെ ഒന്ന് വരുതിയിലാക്കാൻ നോക്കി. തൊട്ടപ്പുറത്ത് മാറി നിന്ന് സിബിൻ അതിനെ കൺവിൻസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. സോ അതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, ലൈവിൽ കണ്ട കാര്യങ്ങളാണ്.
അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കളി മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആഴ്ചത്തെ എവിക്ഷൻ ലിസ്റ്റിൽ ആരൊക്കെയാണ് പുറത്ത് പോകുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഓരോരുത്തരായിട്ട് പോകുന്നതനുസരിച്ച് മത്സരം വീണ്ടും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗബ്രിയുടെയും ജാസ്മിൻ്റെയൊക്കെ എന്താകും അവസ്ഥ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. എനിവേ എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം അടുത്ത എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.